Hello everyone. So we have completed the first chapter, electrostatics, from our plus 2 physics, and nammadile derivations chedu, previous years questions chedu, theory and problems ella nammal kannu from both the boards, state and CBSE le questions nammal cheyirunnu. Okay, fine. So adinu shesham njan oru poll ittirunnu whether we should continue with the second chapter or let's do some previous years questions. So majority of the students voted for doing some previous years from the competitive examination. Okay, fine. Appo nammal before going in detail about the problem side, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ theory full കാണാം regarding the chapter from A to Z കാണാം, then only we can move up with this problem. Okay, so little bit speed ലാണ് നമ്മൾ problem പറയാ, hoping that you have completed all the theoretical portions. Okay, so class full കാണാം, hope this will be helpful, and നമ്മൾ ചെയ്തു വെച്ച theory and the problem based from what all things we can do from JEE, NEET, AIIMS, KEAM questions നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. Okay, to an extent. So if you find our class helpful, class നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ kindly share with your friends and ask them to subscribe and keep the bell button on such that നമ്മൾ class upload ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് notification വരും. Okay, fine. So and we are planning to do chemistry and maths class in the same platform, same YouTube channel. So എല്ലാരും കട്ടക്ക് support ചെയ്ത് നിന്നോളാം. Okay, so this is Muneeb Haneefa with the Physics Plus YouTube channel. പിന്നെ എപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ വരാറുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ചാപ്റ്ററിന്റെ എല്ലാ തിയറിയും മനസ്സിലായി, എനിക്ക് റിഗാർഡിംഗ് ദ ചാപ്റ്ററിന്റെ കൺസെപ്റ്റ് കിട്ടി, അപ്പോൾ ബൈ ചാൻസ് ഓട്ടോമാറ്റിക്കലി എനിക്ക് അതിന്റെ ന്യൂമറിക്കൽസ് എല്ലാം ചെയ്യാൻ കിട്ടും എന്നൊരു തോന്നൽ ദാറ്റ് ഈസ് ശരിയല്ല. നമുക്ക് പ്രോബ്ലംസ് ഫിസിക്സിൽ ദർ ആർ ടു തിങ്സ്. വൺസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ തിയറി ഫസ്റ്റ് ആൻഡ് ദ നെക്സ്റ്റ് തിങ് കംസ് ഇസ് പ്രോബ്ലംസ്. തിയറി മനസ്സിലായാൽ ഓട്ടോമാറ്റിക്കലി പ്രോബ്ലം ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ വിചാരിക്കരുത്. പ്രോബ്ലംസ് നമ്മൾ സെപ്പറേറ്റ് തന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ, ദെൻ ഓൺലി പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ടു എൻ എക്സ്റ്റെന്റ് നമുക്ക് ഫോർമുലാസ് ഒക്കെ മനസ്സിൽ ഓർമ്മ വരുമെങ്കിലും ചില പോയിന്റ്സിൽ നമ്മൾ നിൽക്കും in doing the problems. Okay, so for competitive examinations problems നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, പ്രോബ്ലംസ് ആയിട്ട് നമ്മളെ സോൾവ് ആവുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് ഡു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2009 കേരള എഞ്ചിനീയറിംഗിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് നോക്കാം. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നോക്കിക്കോ, which one of the following graph represent the variation of electric field? എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ നല്ലതായതുകൊണ്ട് ആണ് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, സോ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് വിത്ത് ദ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ സെന്റർ ഓഫ് ദി സ്പെരിക്കൽ കണ്ടക്ടർ ഓഫ് റേഡിയസ് ആർ എന്താ പറഞ്ഞില്ല? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് റെപ്രസെന്റ് ദ variation of electric field versus distance. Okay, so നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ്സ് ഏതൊക്കെയല്ലേ? ഇലക്ട്രിക് ഫീൽഡും ഡിസ്റ്റൻസും തമ്മിലുള്ള ഗ്രാഫ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആർക്കാണ്? ചാർജ്ഡ് സ്പെരിക്കൽ കണ്ടക്ടർ. ചാർജ്ഡ് സ്പെരിക്കൽ കണ്ടക്ടറിന്റെ ഇലക്ട്രിക് ഫീൽഡ് വേഴ്സസ് ഡിസ്റ്റൻസിന്റെ ഏതാ ഗ്രാഫ് എന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ സ്പെരിക്കൽ റിഗാർഡിംഗ് ദ സ്പിയർ നമ്മൾ രണ്ടെണ്ണമാണ് പഠിച്ചിരുന്നത് വിത്ത് ഡെറിവേഷൻ, 5 മാർക്ക് ഡെറിവേഷൻ. ഒന്ന് എന്തായിരുന്നു? ചാർജ്ഡ് സ്പെരിക്കൽ ഷെല്ലും, പിന്നെ എന്തായിരുന്നു? കണ്ടക്ടറും, സോറി, പിന്നെന്തായിരുന്നു? സ്പിയറും, ചാർജ്ഡ് സ്പിയർ. ഓക്കെ, അതില് ഇവിടെ ഏതാ ചോദിച്ചിട്ടുള്ളത്? ഇവിടെ സ്പെരിക്കൽ കണ്ടക്ടർ ആണ്. സ്പെരിക്കൽ കണ്ടക്ടർ ഇസ് വാട്ട്? ഷെല്ലാണ്. Because shell it behaves as a conductor. Why? Because the entire charge is distributed on the surface. സർഫസിലാണ് ചാർജ് ഉള്ളൂ. അപ്പൊ നമ്മള് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ, ഓൺ ദ സർഫസ്, ഔട്ട്സൈഡ് ദ ഷെൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിറൈവ് ചെയ്തിരുന്നു. സോ ലെറ്റ് us see which graph. ഇതാണോ? ഇതല്ലല്ലോ. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ ഓഫ് ഷെൽ എന്തായിരുന്നു? 0 ആയിരുന്നു. സോ എവിടം വരെ 0 ആയിരുന്നു? till the radius എത്തുന്നത് വരെ 0 ആയിരുന്നു. Right, so which graph is showing that electric field is 0 until the radius? This is radius r, right? So this option C is the correct option. Why? Because electric field originally തുടങ്ങി റേഡിയസ് വരെ നമുക്കറിയാം what is the value of electric field? 0 ആണ്. At the radius what is the value of electric field? 1/4 pi epsilon 0 ചാർജ് ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇതല്ലേ ക്യൂ ചാർജ് അല്ലേ? ആൻഡ് വാട്ട് അബൌട്ട് ദി ഔട്ട്സൈഡ്? ഔട്ട്സൈഡ് നമുക്കറിയാം എന്താണ്? ഈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ആണ്. 1/4 pi epsilon 0 ക്യൂ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, സോ ദിസ് ഇസ് ആൻസർ. ഓക്കെ, എളുപ്പമല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2010 KEAM ചോദിച്ചാണ്, കേരള എഞ്ചിനീയറിംഗിന്റെ. വെരി സിമ്പിൾ ആണ്. നോക്കിക്കോ, an electric dipole of moment P, dipole moment P is placed in a uniform electric field E. Then the torque on the dipole is P cross E.
Second one, potential energy is PE. Third one, the resultant force on the dipole is 0. Okay, let's see options എങ്ങനെ നോക്കാം. First option 1, 2 and 3 are correct. First one, second one, third one correct ആണ്. Second one, 1, 3rd are correct, second is wrong. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓപ്ഷനും സെക്കൻഡും തേർഡും കറക്റ്റ് ആണ്, സെക്കൻഡ് റോങ് ആണ്. സോ ഓപ്ഷൻസ്, അപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ വായിച്ചാലും നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് യു ഹാവ് ടു ഗോ ത്രൂ ദാറ്റ്. എന്ത് ഓപ്ഷൻസ് ക്വസ്റ്റ്യൻ വായിച്ച അപ്പൊ തന്നെ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താ, ഓപ്ഷൻസ് നോക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻസ് ഏത് കോലത്തിലാണോ അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ക്വസ്റ്റ്യൻസ് ആലോചിച്ച് നോക്കാം. അപ്പൊ ഏതൊക്കെയാ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്? ഫസ്റ്റ് നമുക്ക് നോക്കാം ഇത് എങ്ങനെയാ കൊടുത്തിട്ടുള്ളത്. ടോർക്ക് ഓൺ ദ ഡൈപോൾ. അപ്പൊ എല്ലാത്തിന്റെയും ഫോർമുല അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ നമ്മൾ തിയററ്റിക്കലി നമ്മൾ ഏതൊക്കെ പോർഷൻസ് കവർ ചെയ്തോ അതിന്റെ എല്ലാ ഫോർമുലാസും നമ്മുടെ കയ്യിൽ എന്തായിരിക്കണം, റെഡി ആയിരിക്കണം. ടോർക്ക് ഓൺ ദ ഡൈപോൾ പി ക്രോസ് ഇ ആണോ? അതെ, യെസ്. ടോർക്ക് ഓൺ ദ ഡൈപോൾ ഐ നോ ടോർക്ക് ഇസ് ഈക്വൽ ടു എന്താ പറഞ്ഞേ, പി ക്രോസ് ഇ ആണ്, റൈറ്റ്? യെസ്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്, ഫസ്റ്റ് വൺ ഇസ് കറക്റ്റ്, റൈറ്റ്? പൊട്ടൻഷ്യൽ എനർജി ഇസ് പി ഡോട്ട് ഇ അല്ലെ, ശരിയല്ലേ? അല്ല, വാട്ട് ഇസ് ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി? പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു മൈനസ് പി ഡോട്ട് ഇ ആണ്. Okay, there is a minus. Okay, so ഇത് ശരിയല്ല. What about the second one? The resultant force on the dipole is 0. ശരിയല്ലേ? Resultant force. What was dipole? എന്തായിരുന്നു dipole? Equal and opposite charges separated by small distance. അപ്പോൾ ഒരെണ്ണത്തിലുള്ള ഫോഴ്സ് QE റൈറ്റിലോട്ടും മറ്റേതിന്റെ ഫോഴ്സ് മൈനസ് QE ലെഫ്റ്റിലോട്ടും. What about the total force? രണ്ടും കൂടി ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 0 കിട്ടും. So which option is correct? First one correct ആണ്, second one തെറ്റാണ്, third one correct ആണ്. So അങ്ങനത്തെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? Yes, first one is correct, third is correct and the second is wrong. Okay, so option B ആണ് correct. Simple അല്ലേ? Then let us see 2010 KEAM ചോദിച്ചിട്ടുള്ള next question. എന്നാ നോക്കാം. Simple ആണ്. Two charged spherical conductors of radius R1 and R2 are connected by a wire. Okay, then the ratio of the surface charge density of the spheres sigma 1 and sigma 2 ആണ്. Okay, എന്താണ് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? സർഫസ് ചാർജ് ഡെൻസിറ്റി എന്താണെന്ന് അറിയണം. അതിന്റെ രണ്ട് സ്ഫിയർ ഉണ്ട്, അതിന്റെ രണ്ടിന്റെ റേഡിയസ് R1 and R2 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടിന്റെയും സർഫസ് ചാർജ് ഡെൻസിറ്റി തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന പണി എന്താ, റേഡിയസ് റേഷ്യോ നോക്കില്ലേ. സോ റേഷ്യോ എല്ലാം ഇൻ ടേംസ് ഓഫ് R1 ഉം R2 ഉം സ്ക്വയർ റൂട്ടും സ്ക്വയർ ഒക്കെയാണ്. ഫൈൻ. സോ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് സർഫസ് ചാർജ് ഡെൻസിറ്റി? എന്താ ഇതിന്റെ മീനിങ്? ടോട്ടൽ ചാർജ് ബൈ ഏരിയ, റൈറ്റ്? ശരിയല്ലേ? അപ്പോ ഫോർ ദ സ്ഫിയർ വാട്ട് ഇസ് ഏരിയ? വാട്ട് ഇസ് ഏരിയ ഓഫ് ദ സ്ഫിയർ? 4 pi R1 സ്ക്വയർ. അപ്പൊ സിഗ്മ 1 ആണെങ്കിൽ pi R1 സ്ക്വയർ. അപ്പൊ സിമിലർലി സിഗ്മ 2 ആണെങ്കിലോ ടോട്ടൽ ചാർജ് ബൈ 4 pi R2 സ്ക്വയർ. ഇനി what is this? Both are connected by a wire. So there is a small concept here. രണ്ടുപേരും ഒരു വയർ കൊണ്ട് കണക്ട് ചെയ്താൽ രണ്ടുപേരുടെയും ചാർജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുവരെ സെയിം അല്ലെങ്കിലോ സെയിം ആവുന്നത് വരെ ചാർജ് എന്താവും? ഫ്ലോ ചെയ്യും. അൺടിൽ എവിടം വരെ ഫ്ലോ ചെയ്യും? രണ്ടുപേരുടെയും സെയിം ചാർജ് വരെ ഫ്ലോ ചെയ്യും. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് സിഗ്മ 1 by sigma 2? Okay, q by 4 pi R1 square, q by 4 pi R2 square. When you divide, q will get cancelled. 4 pi പോയി. പിന്നെയോ sigma 1 by sigma 2 ആണ്. അപ്പൊ sigma 1 ന്റെ ഡിനോമിനേറ്ററിലാണ് ആര് കിടക്കുന്നത്? R1 square. അവിടെ ഡിനോമിനേറ്ററിലാണ്. സോ sigma 1 by sigma 2 ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടും? ഇവിടെ എനിക്ക് R1 സ്ക്വയറും കിട്ടും, ന്യൂമറേറ്ററിൽ എനിക്ക് R2 സ്ക്വയറും കിട്ടും, റൈറ്റ്? സോ which one is correct? sigma 1 will be getting R2 square by R1 square. ഇവിടെ ഒരു സ്ക്വയർ വേണമായിരുന്നു നേരത്തെ, there was no square. Okay, so which option is correct? We are having option box. Clear അല്ലേ? Now next question, 2011 again Kerala engineering. A dipole of electric dipole moment P is placed in a uniform electric field of strength E. Okay, if 0 is the angle between the positive direction of P and E, then the potential energy of the dipole is largest when theta is equal to. എന്താ മനസ്സിലായോ? ഒരു ഡൈപോൾ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് P ഉണ്ട്. ഓക്കെ, ഡൈപോൾ മൊമെന്റ് P അത് നമ്മൾ അവിടെ വെച്ചിട്ടില്ല, പ്ലേസ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. Okay, if 0 is the angle between the positive direction of P and E, എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. What is dipole moment? What is dipole moment? It is the product of charge and separation, right? Suppose പക്ഷേ ഇതിന്റെ ഡയറക്ഷൻ ആണ്, ആംഗിൾ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? രണ്ട് വെക്ടേഴ്സ് വേണം, റൈറ്റ്? ഇവിടെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എങ്ങനെയാണ്? വാട്ട്സ് ദി ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ്? ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ. ഫൈൻ. അതും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ E ആണ് ആംഗിൾ എങ്കിൽ, 0 ആണ് ആംഗിൾ എങ്കിൽ, ഓക്കെ, 0 is the angle between the positive direction of P, ഇതാണ് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് P and electric field, then the potential energy of the dipole is largest when? എപ്പോഴായിരിക്കും പൊട്ടൻഷ്യൽ എനർജി ലാർജസ്റ്റ് ആവുക? ഓപ്ഷൻസ് 90 pi by 4,
that is 45 degree, pi by 2 90 degree, pi 180 degree 0. Okay, എപ്പോഴാണ് potential energy maximum ആവാന്നാണ് question. What is the equation for the potential energy of dipole? What is the equation for the potential energy of dipole? എന്താണ്? is equal to നമ്മൾ നേരത്തെ പറഞ്ഞത്, what was that? minus p dot e, right? p dot e ആണ്. What does p dot e means? p dot e means what? minus pe cos theta, right? What is theta? Theta is angle. ഇവര് പറഞ്ഞിട്ടുള്ള angle എന്താണ്? angle between the direction of dipole moment and the electric field. അപ്പോൾ ഇതിന്റെ വാല്യൂ എനിക്ക് എത്ര കിട്ടണം? മാക്സിമം ആവണം, ലാർജസ്റ്റ് ആവണം. അപ്പോൾ ലാർജസ്റ്റ് ആയാൽ let us put theta is equal to 0. Theta is equal to 0. What is cos 0? 1. So what is the value? minus pe. minus pe എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ആണോ? അല്ല. maximum value stands for the positive value. So if cos theta is equal to minus 1, then I will get the value potential energy is equal to minus pe minus 1, that is pe. So cos theta ku minus 1 കിട്ടുന്ന angle എത്ര? theta is equal to pi, that is 180 degree. When cos 180 minus 1 ആണ്, so minus 1 into minus 1 ആണ് എന്ത് വരിക? pe വരിക. So what is the value of theta which give the potential energy maximum? What is the answer? Pi theta is equal to 180 degree. So which option is correct? Option C. Clear alle? So next question നോക്കാം നമുക്ക് 2013 again KEAM question ആണ്. If the electric flux entering and leaving a closed surface are 6 into 10 raised to 6, 9 into 10 raised to 6 SI unit respectively, the charge inside the surface of the permittivity of the free space epsilon 0 is. എന്താ ചോദിച്ചിട്ടുള്ളത്? ഒരു സർഫസ്, ഒരു ക്ലോസ്ഡ് സർഫസ്. ഓക്കെ, ആ ക്ലോസ്ഡ് സർഫസിൽ കുറച്ച് ഫ്ലക്സ് എൻ്റർ ചെയ്യുന്നുണ്ട്, കുറച്ച് ഫ്ലക്സ് ലീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? വാട്ട് ഇസ് ദ ചാർജ് എൻക്ലോസ്? ഫ്ലക്സും ചാർജും റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഫോർമുല അറിയോ? യെസ്, വി നോ ദാറ്റ് ഇസ് ഗോസ് ലോ, റൈറ്റ്? വാട്ട് ഇസ് ഗോസ് ലോ? സ്റ്റേറ്റ്സ് ദ ഫ്ലക്സ്, നെറ്റ് ഫ്ലക്സ് through any surface is equal to charge enclosed in that surface by epsilon 0. 6 into 10 raised to 6 entering, 9 into 10 raised to 6 leaving. So what's the net flux? 9 into 10 raised to 6 minus 6 into 10 raised to 6. അല്ലേ? ഇത് പുറത്തോട്ട് പോവാണ്, അകത്തോട്ട് വരികയാണ്. So what is the net flux? രണ്ടും കൂടി ആഡ് ചെയ്യലാണോ? No, this is entering and this is leaving. കുറച്ച് പുറത്തോട്ട് പോകുന്നത്, കുറച്ചുണ്ട്. So this is the net flux enclosed in that. Net flux of this surface. So എത്ര വരും ആൻസർ? 3 into 10 raised to 6 ആണ് ആൻസർ. അപ്പോൾ ഫ്ലക്സ് കിട്ടി, ഇനി എന്താ ചെയ്യേണ്ടത്? ചാർജ് കിട്ടണം. വാട്ട് ഇസ് ദ ഫോർമുല? ഗോസ് ലോ. ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0. സോ വാട്ട് ഇസ് ദ ചാർജ് എൻക്ലോസ്ഡ് വിത്തിൻ ദ സർഫസ്? So what is the answer? Just to multiply the flux with epsilon 0. എത്രയാണ് ഫ്ലക്സ്? This one. So multiply this with epsilon 0. We will get what? We will get the charge enclosed within this. So ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? So we are having option D. Clear അല്ലേ? 2014 കീമിലാണ്. നോക്കാം നമുക്ക്. An electric field at a point of distance r from a uniformly charged wire of infinite length having a linear charge density lambda is directly proportional to. Options: r raised to minus 1, r square, r raised to minus 2. എന്താ ചോദിച്ചിട്ടില്ലേ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് വിത്ത് റെസ്പെക്ട് ടു ആർ. ആരുടെ ഇലക്ട്രിക് ഫീൽഡ്? യൂണിഫോംലി ചാർജ്ഡ് വയർ. നമുക്കറിയാം യൂണിഫോംലി ചാർജ്ഡ് വയറിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ അറിയോ? ഡയറക്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡയറക്റ്റ് ഫോർമുല അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, കീമിന്റെ ക്വസ്റ്റ്യൻസ് ടു എ 1/3 of the questions directly formula based ആയിരിക്കും. ഫോർമുല അറിയോ? ഡയറക്ട്ലി പുട്ട് ദ വാല്യൂ, യു വിൽ ഗെറ്റ് ദ വാല്യൂ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ് ലോങ് വയർ നമ്മൾ 3 മാർക്കിന്റെ അപ്ലിക്കേഷൻ ഓഫ് ഗോസ് ലോ ഡിറൈവ് ചെയ്തിരുന്നു. അറ്റ് ദാറ്റ് ടൈം വി ഹാവ് ഡിറൈവ്ഡ് ദ ഇലക്ട്രിക് ഫീൽഡ്. എന്തായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് വയർ അറ്റ് എ ഡിസ്റ്റൻസ് r? എന്തായിരുന്നു? ലാംഡ ബൈ 2 epsilon 0 r. So electric field is directly proportional to എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇലക്ട്രിക് ഫീൽഡ് r താഴെയാണ് കിടക്കുന്നത്. So when we write that in terms of direct proportionality, നമുക്ക് എന്ത് ചെയ്യാം? താഴെ കിടക്കുന്നത് മുകളിലോട്ട് കൊണ്ടുവരാം. So what's the relation? Directly proportional to r raised to minus 1. So ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? 2019 ഈ കഴിഞ്ഞ വർഷം മെഡിസിൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നീറ്റിനെ. നോക്കിക്കോ, 2 point charges A and B having plus q and minus q respectively, okay, are placed at a distance apart and a force acting between them is F. If 25% charge of A is transferred to B, then force between the charges become. എന്താ പറഞ്ഞല്ലേ? ശ്രദ്ധിച്ചോളൂ ക്വസ്റ്റ്യൻ. 2 ചാർജസ് ഉണ്ട്. ഓക്കെ, 2 പോയിന്റ് ചാർജസ്. ഒന്ന് എ ആണ്, പിന്നത്തെ ബി ആണ്. രണ്ടുപേരുടെയും ചാർജ് എങ്ങനെയാ? ഒരെണ്ണം പ്ലസ് ക്യൂ ആണ്, പിന്നത്തെ മൈനസ് ക്യൂ ആണ്. ഫൈൻ. അവർ തമ്മിലുള്ള ഫോഴ്സ് എഫ് ആണ്.
ഓക്കെ, ശ്രദ്ധിക്കണേ. അതിനുശേഷം 25% ഓഫ് എ ചാർജ് ആർക്ക് കൊടുത്തു? ബിക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ പുതിയ ഫോഴ്സ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. Okay, so first one, let us do the first case. First case ആരാ? ഒരെണ്ണത്തിന്റെ ചാർജ് പ്ലസ് ക്യൂ, മറ്റേതിന്റെ ചാർജ് മൈനസ് ക്യൂ. നമുക്ക് വരുന്ന തമ്മിലുള്ള ഡിസ്റ്റൻസ് r എന്ന് പറയാം. So what is the force between them? F is equal to 1/4 pi epsilon 0 cap 2q by r square. ഒരെണ്ണത്തിന് ആരുണ്ട്? ഒരെണ്ണത്തിന് ഒരു നെഗറ്റീവ് ഉണ്ട്. So we have given one negative here. So this is our F in the first case, right? എന്നാൽ സെക്കൻഡ് കേസിൽ പറഞ്ഞിട്ടുള്ളത് 25% ഓഫ് എ ഇസ് ട്രാൻസ്ഫർ ടു ബി എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ ആ ഒരു ചാർജിൽ നിന്ന് 25% എടുത്തു കളഞ്ഞു. സോ 25% എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ എഴുതാം? 25/100 ക്യൂ, റൈറ്റ്? ഇത് എത്രയാ? 1/4 ക്യൂ അല്ലെ? 1/4 ആണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചാർജ് ഏതാ? ആദ്യത്തെ ചാർജ് എ. എയിൽ നിന്ന് 1/4 എടുത്ത് കളഞ്ഞു. സോ വാട്ട് ഇസ് ദ റിമൈനിങ് ചാർജ്? ഞാൻ ഇത് മായ്ക്കാണേ. സോ വാട്ട് ഇസ് ദ റിമൈനിങ് ചാർജ് ഇൻ എ ആൻഡ് വാട്ട് ഇസ് ദ ന്യൂ ചാർജ് ഇൻ ബി? നോക്കാം നമുക്ക്. സോ വിൽ ഗെറ്റ് ദ ആൻസർ. വെരി സിമ്പിൾ, ശ്രദ്ധിച്ച് ചെയ്താൽ മതി. സോ ന്യൂ ചാർജ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം ഉണ്ടായിരുന്ന ചാർജിൽ നിന്ന് 25% നമ്മൾ എന്താക്കി? എടുത്തു കളഞ്ഞു. സോ വാട്ട് ഇസ് ദ ന്യൂ ചാർജ്? സോ ഇതെന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു? ഹു ഇസ് ദിസ്? 1/4 ആണ്. സോ വാട്ട് ഇസ് ദ ന്യൂ ചാർജ്? 3/4 q. ഓക്കെ, ഒരെണ്ണത്തിൽ നിന്ന് 1/4 പോയാൽ ബാക്കി എത്ര ഉണ്ടാവുക? 3/4, റൈറ്റ്? 4 - 1 / 3. സോ വാട്ട് അബൌട്ട് ദി സെക്കൻഡ് ചാർജ് ഇൻ q? ഈ 25% നമ്മൾ ആർക്കാ കൊടുത്തേ? സെക്കൻഡ് ചാർജിന്. സോ സെക്കൻഡ് ചാർജ് ഓൾറെഡി ആരുണ്ടായിരുന്നു? -q ആയിരുന്നു സെക്കൻഡ് ചാർജിന്റെ ചാർജ്. അതിൽ കൂടെ നമ്മൾ 25% ആഡ് ചെയ്തു. 25% എത്രയാ? 1/4 q. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? പുതിയ ചാർജ്. വാട്ട് ഇസ് ആൻസർ? -4 + 1 എത്രയാ? -3/4 q. So ഇതാണ് ന്യൂ ചാർജ് ഇൻ A and this is our new charge in B. So what is the new force between them? രണ്ടുപേരും ഇപ്പോ ഏത് ചാർജ് ആയി? ഒരെണ്ണത്തിന്റെ ചാർജ് 3/4 q ആയി, പിന്നത്തിന്റെ ചാർജ് -3/4 q ആയി with the same separation. Now what is the new force between them? New force is equal to 1/4 pi epsilon 0 as it is, no change. പുതിയ ആൾ എത്ര? 3/4 q into 3/4 q with a minus, അല്ലേ? ഒരെണ്ണം പ്ലസ് ആണ്, മൈനസ് ആണ്, and r square. So what is the change? 2 3 എത്രയാ? 9/16 q square by r square. Again ഒരു 1/4 pi epsilon 0 ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോ ഇതിനെവിടെയെങ്കിലും കണ്ടുവരുന്നുണ്ടോ? യെസ്, ഇതാരായിരുന്നു? ഇത് ആദ്യം ഉണ്ടായിരുന്ന ഫോഴ്സ് ആയിരുന്നു. സോ ന്യൂ ഫോഴ്സും ആദ്യമുള്ള ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ എന്താ? ഈ കിടക്കണ ആൻസർ. സോ F dash is equal to 9/16 F. സോ ഏത് ഓപ്ഷൻ ആയിരുന്നു കറക്റ്റ്? ചെക്ക് ചെയ്ത് നോക്കിയേ, ഏത് ഓപ്ഷൻ ആയിരുന്നു? ഓപ്ഷൻ സി. ഓക്കെ, സോ സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗൈൻ ലാസ്റ്റ് ഇയർ മെഡിസിന്റെ ക്വസ്റ്റ്യൻ ആണ്. എ ഹോളോ മെറ്റൽ സ്ഫിയർ ഓഫ് റേഡിയസ് r is uniformly charged. ഓക്കെ, ഹോളോ മെറ്റൽ സ്ഫിയർ. The electric field due to the sphere at a distance r from the center is, options നമുക്ക് നോക്കാം. Decreases as r increases for r less than r and for r greater than r. Okay, ഇതെന്താണ്? ഡിസ്റ്റൻസ് ആണ്, ക്യാപിറ്റൽ R, റേഡിയസ് ആണ്. What is the second one? Increases as r increases for r less than r and for r greater than r. 0 as r increases for r less than r and decreases for r increases for r greater than r. Okay, fourth one, 0 as r increases for r less than r and increases for r greater than r. എന്താ പറഞ്ഞില്ലേ ക്വസ്റ്റ്യനിലെ? ഈ ക്വസ്റ്റ്യൻ എവിടെ കണ്ടിട്ടുണ്ടോ? ലാസ്റ്റ് ഇയർ മെഡിസിന് ചോദിച്ചാണ്. സെയിം ക്വസ്റ്റ്യൻ വി ഹാവ് ഡൺ ഇൻ കേരള എഞ്ചിനീയറിംഗ് 2009. നമ്മൾ സ്റ്റാർട്ടിംഗിൽ ഡിസ്കസ് ചെയ്തിരുന്നു. എന്താ സംഭവം? ഒരു ഹോളോ മെറ്റൽ സ്ഫിയർ ഉണ്ട്. ഹോളോ മെറ്റൽ സ്ഫിയർ എന്ന് പറഞ്ഞാൽ ആരാ? ഷെല്ലാണ് അല്ലെ? ആ ഷെല്ലിന്റെ ഇലക്ട്രിക് ഫീൽഡും അതിന്റെ റേഡിയസ് r തന്നിട്ടുണ്ട്. ഫ്രം ദ സെന്റർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ കേരള എഞ്ചിനീയറിംഗിൽ എന്തായിരുന്നു ചെയ്തത്? ഗ്രാഫ് തന്നിട്ട് ഡയറക്ട്ലി ക്വസ്റ്റ്യൻ ആയിരുന്നു. ബട്ട് ഫോർ ദ മെഡിസിൻ ഇൻ ദിസ് ഇയർ ഇറ്റ് ഇസ് written in sentence format. അപ്പൊ സെന്റൻസ് ഫോർമാറ്റ് ആണെങ്കിൽ പേടിക്കൊന്നും വേണ്ട, നമുക്കറിയാവുന്ന കൺസെപ്റ്റുകൾ കൊടുത്താൽ മതി. യു വിൽ ഗെറ്റ് ദ ആൻസർ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ഇയർ മെഡിസിൻ. ഫൈൻ, പോയിക്കോ. എന്താ പറഞ്ഞില്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഡിക്രീസസ്. അപ്പൊ ആദ്യം നമുക്ക് മെറ്റൽ ഹോളോ മെറ്റൽ സ്ഫിയർ. ഹൂ ഇസ് ദിസ് ഹോളോ മെറ്റൽ സ്ഫിയർ? ഷെല്ലാണ് അല്ലെ? അപ്പൊ ഷെല്ലിന്റെ ഇലക്ട്രിക് ഫീൽഡ് r less than r എന്ന് പറഞ്ഞാ റേഡിയസിന്റെ ഉള്ളിലാണ്. സോ വാട്ട് ഇസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ? 0 അല്ലേ? യെസ്, വി ഹാവ് derived 3 mark derivation, application of Gauss law, right? So next one is increases. അപ്പോ ഇതാണ് എവിടെ? ഇൻസൈഡ്. What about the surface? എന്താണ്? 1/4 pi epsilon 0
charge divided by r square. Then surface le, what about outside? 1 by 4 pi epsilon 0 q divided by r square. So നമ്മൾ ഡീറ്റെയിലി എക്സ്പ്ലെയിൻ ചെയ്തതാണ് 3 പോയിന്റ്സും. അപ്പോൾ ഈ 3 പോയിന്റ്സും ഒബേ ചെയ്യുന്ന കണ്ടീഷൻ ഏതാണെന്ന് നോക്കിയാൽ മതി. ദ ആൻസർ ഇസ് ഓവർ, റൈറ്റ്? ഓക്കെ, എന്താണ് നോക്കിയത്? ഇൻക്രീസസ് ആസ് ഇൻക്രീസ് ആണോ? r ലെസ് ദാൻ r, ഇൻസൈഡ് ദ വാല്യൂ ഇൻക്രീസ് ആണോ? അല്ല, ഇൻസൈഡ് എപ്പോഴും എന്താ? 0 ആണ്. അപ്പോൾ 0 എടുക്കുന്ന ഓപ്ഷൻ എവിടെ നോക്കിയത്? 0 0. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഓപ്ഷൻ സി അല്ലെങ്കിൽ ഡി ആണ്, റൈറ്റ്? അപ്പോൾ എന്ത് ചെയ്യണം? പബ്ലിക് പാടില്ല. You have to go through that. എന്താണ്? 0 as r increases, 0 as r increases for r less than r. എന്താ ഇതിനർത്ഥം? 0 ആണ് എവിടെ? r കൂടുന്നത് വരെ. എവിടം വരെ r കൂടണം? റേഡിയസ് വരെ r കൂടുമ്പോൾ ഉള്ളിൽ 0 ആണ്. ശരിയല്ലേ? അപ്പൊ ഞാൻ പറയുന്നു, ഡീറ്റെയിൽ ആയിട്ട് തിയററ്റിക്കൽ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം യു കം ടു ദിസ് പോയിന്റ്. ഓക്കെ, സോ എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആൻസർ നമുക്ക് കിട്ടുള്ളൂ. ഇതിൽ എവിടം വരെ അതിന്റെ ഉള്ളിൽ? ക്യാപിറ്റൽ ആർ റേഡിയസ് വരെ ഇൻസൈഡിൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. 0 ആസ് ആർ ഇൻക്രീസസ്, ആർ ഇൻക്രീസസ് എവിടം വരെ? ലെസ് ദാൻ ആർ, ഇതുവരെ ഇൻക്രീസ്. പിന്നെയോ ഡിക്രീസസ് ആസ് ആർ ഇൻക്രീസസ്, പുറത്തോട്ട് പോകുമ്പോഴോ പിന്നെയും പുറത്തോട്ട് പോകുമ്പോഴോ എന്താണ്? ആർ ഇൻക്രീസ് ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡ് എന്താവും? ഡിക്രീസ് ആവും. ശരിയല്ലേ? ഇലക്ട്രിക് ഫീൽഡും ആറും ഏതാണ്? Electric field is inversely proportional to r square. So what is the answer? Option C ആണ് correct. Let's do 2018 ലെ NEET ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്, നോക്കാം നമുക്ക്. An electron falls from rest through a vertical distance h in a uniform and vertical upward directed electric field E. Okay, the direction of electric field is now reversed and a proton is allowed to fall from the rest through the same vertical distance h. Okay, the time of fall of electron in comparison to the time of fall of proton is, okay, smaller, 5 times greater, 10 times greater, equal. എന്താ പറഞ്ഞത്? ഒരു ഇലക്ട്രോൺ falls from rest through a vertical distance h in a uniform vertical upward directed electric field. ഒരു മുകളിലോട്ട് ഇലക്ട്രിക് ഫീൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ നിന്ന് h ഹൈറ്റിൽ നിന്ന് ഇലക്ട്രോൺസ് ഫോൾ ചെയ്യാണ്. ഓക്കെ, അപ്പൊ മുകളിലോട്ട് ഇലക്ട്രിക് ഫീൽഡ് ഉള്ള ഒരു ഡയഗ്രാം നമുക്ക് ജസ്റ്റ് സിംപ്ലി വരക്കാം. ഇതൊരു പോസിറ്റീവ് പ്ലേറ്റ് ആണെന്ന് വിചാരിക്കാം, ഇതൊരു നെഗറ്റീവ് പ്ലേറ്റ് ആണെന്ന്. സോ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും ഫ്രോം പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും, റൈറ്റ്? ശരിയല്ലേ? അപ്പോൾ ഇലക്ട്രോൺസ് ഫോൾസ് ഫ്രം റെസ്റ്റ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആ ഇലക്ട്രോണ് എന്താ സംഭവിക്കുക? ഇലക്ട്രോൺ എപ്പോഴും പോസിറ്റീവ് പ്ലേറ്റ്സിനെ അട്രാക്ട് ചെയ്യല്ലേ ചെയ്യുക? യെസ്, ഇലക്ട്രോൺ ഇസ് നെഗറ്റീവ്ലി ചാർജ്, സോ ഇറ്റ് വിൽ അട്രാക്ട്. ഇത് എത്ര ഡിസ്റ്റൻസിലാണ് മൂവ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്? It is moving a distance of h ഡിസ്റ്റൻസിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ എന്താ സംഭവിക്കുന്നത്? The direction of electric field is now reversed. ഏതാ? ഒരു ഇലക്ട്രോൺ വീണ് കഴിഞ്ഞാൽ അതേ പ്ലേറ്റിന്റെ ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുക? നമ്മൾ ആ ഡയറക്ഷൻ, അതേ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ റിവേഴ്സ് ചെയ്യാണ്, മാറ്റാണ്. ഓക്കെ, ഡയറക്ഷൻ മാത്രം പറഞ്ഞിട്ടുള്ളൂ. സോ നമ്മൾ ഇത് മാറ്റിയ ഇലക്ട്രിക് ഫീൽഡ് ഇതാന്ന് വിചാരിച്ചു. ഫൈൻ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? The direction of electric field is now reversed and a proton is allowed to fall from rest through the same vertical distance. ഇതേ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഇതേ h ഒരു പ്രോട്ടോണിന്റെ ചാർജ് എന്താ? പോസിറ്റീവ്, റൈറ്റ്? ഇതിന്റെ ചാർജും പോസിറ്റീവ് ആണ്. അപ്പൊ പ്രോട്ടോണും പോസിറ്റീവും എന്താ സംഭവിക്കുക? ദിസ് വിൽ റിപ്പൽസ്. ഇവിടെ അട്രാക്ഷൻ ആണ് സംഭവിച്ചെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? റിപ്പൾഷൻ ആണ് സംഭവിക്കുന്നത്. ചോദിച്ചിട്ടുള്ളത് ടൈം ഓഫ് ഫോൾ ഓഫ് ഇലക്ട്രോൺ ഇൻ കമ്പാരിസൺ ടു ദ ടൈം ഓഫ് ഫോൾ ഓഫ് പ്രോട്ടോൺ. വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ ഇലക്ട്രോൺ വിത്ത് റെസ്പെക്ട് ടു പ്രോട്ടോൺ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫൈൻ. സോ നമുക്ക് എന്തൊക്കെ അറിയണം? ലെറ്റ് us analyze this question. ഇലക്ട്രോണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് വെച്ചാൽ അട്രാക്ട് ചെയ്യാണ് വിത്ത് എ ഫോഴ്സ്. വാട്ട് ഈസ് ദാറ്റ് ഫോഴ്സ്? ഫോഴ്സ് ഓഫ് എന്ത് ഫോഴ്സ് ആണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്, റൈറ്റ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദാറ്റ്? ചാർജ് ഇൻടു electric field, right? F is equal to Q in നമ്മൾ പഠിച്ചാണ് അല്ലേ? When it is falling, it is having certain mass and it is falling down with an acceleration. So F can be written as what? F is equal to ma, that is equal to charge into electric field. ശരിയല്ലേ? So acceleration of electron നമുക്ക് എന്ത് കിട്ടി? QE by m ആണ് കിട്ടി. Okay, fine. So നമുക്ക് ഇതിനെ ഇവിടെ തന്നെ എഴുതാം. Okay, now ഞാൻ just rub ചെയ്യാണ്. Hope you have written this. So what about a proton? ഇതേ ഡിസ്റ്റൻസിൽ പ്രോട്ടോൺ ഫോൾ ചെയ്യുകയാണെങ്കിലും എന്താ സംഭവിക്കുക? ലെറ്റ്സ് സീ. അപ്പൊ നമുക്ക് ആക്സിലറേഷൻ ഓഫ് ഇലക്ട്രോൺ ഇവിടുന്ന് ഇവിടം വരെ കിട്ടുന്ന ആക്സിലറേഷൻ കിട്ടി. നൗ ടൈം ഓഫ് ഫോൾ ആണ് ക്വസ്റ്റ്യൻ, റൈറ്റ്? അപ്പൊ എനിക്ക് ആക്സിലറേഷനും ഡിസ്റ്റൻസും കണക്ട് ചെയ്യുന്ന ടൈമും കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഫോർമുല അറിയോ? ന്യൂട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താ അറിയാം? യെസ്, എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ, റൈറ്റ്? ഇതല്ലേ? യെസ്, ഇറ്റ് ഇസ് ദ ഡിസ്റ്റൻസ്,
time acceleration, right? It is falling from rest ആണ്. So initial velocity എന്താണ്? Falling from rest എന്ന് പറഞ്ഞാൽ initial velocity 0 ആണ്, right? So എത്ര distance ആണ്? Distance covered എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? h ആണ് പറഞ്ഞിട്ടുണ്ട്, right? So what is the acceleration? നമുക്ക് ഇവിടുന്ന് acceleration എത്രയാണെന്ന് കിട്ടി? Acceleration എത്രയാ? half already ഉണ്ട്. QE by m ആണ് നമ്മൾ എന്ത്? Acceleration t square h. So time ആണ് കണ്ടത്. So what is time here? ഇവിടുന്ന് എല്ലാത്തിനും ഇങ്ങോട്ട് കൊണ്ടുപോയി. So what is time? 2mh by QE under root. ശരിയല്ലേ? Time square ആയിരുന്നു ഇവിടെ. So if you take the time, we will get to the square root of all this time. ശരിയല്ലേ? ഇനി ഇതേ കേസിലാണ് പ്രോട്ടോൺ എന്നിരിക്കാം. പ്രോട്ടോൺ, what is the proton happening in proton? Proton is falling through the same height. What is the force experienced by the proton? Again the same, QE. What about the charge and electron and proton? Same ആണ്, but magnitude same ആണ്. Charge ആണ് positive or negative. So ഇത് ഇവിടുന്ന് repulsion ചെയ്യുന്നു, ഇത് ഇവിടുന്ന് attraction ചെയ്യുന്നു. So no effect is there in the charge, right? So നമുക്ക് ഇതേപോലെ തന്നെ F is equal to ma ചെയ്യാം. അവിടുന്ന് acceleration കണ്ടുപിടിക്കാം. ദാ ചെക്ക് ചെയ്ത രണ്ടിന്റെയും acceleration same ആണ്. ആരുടെ acceleration? Numerically നോക്കുമ്പോൾ QE by m ആണ്, ഇവിടെ QE by m ആണ്. But what about the acceleration for proton and electron? രണ്ട് പേരുടെയും mass same ആണോ? ഇവിടെ mass of electron ആണ്, ഇവിടെ mass of proton ആണ്. So as we substitute the equation for time substitute ചെയ്യുമ്പോൾ നോക്കിക്കോ എന്ത് വരും? പ്രോട്ടോണിന്റെ കേസിൽ ഇവിടെ എനിക്ക് mass of electron എന്ന് എഴുതാം, ഇവിടെ എനിക്ക് mass of proton എന്ന് എഴുതാം. Through the height same ആണ്, charge E. Okay, so നമുക്കറിയാം ചാർജ് ഓഫ് ഇലക്ട്രോൺ തന്നെയാണ് ചാർജ് ഓഫ് പ്രോട്ടോൺ. നമ്മൾ തിയററ്റിക്കൽ ക്ലാസ്സിൽ ഫസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു ചാർജ് ഓഫ് ഇലക്ട്രോൺ. പക്ഷേ മാസ് ഓഫ് ഇലക്ട്രോൺ മാസ് ഓഫ് പ്രോട്ടോൺ സെയിം ആണോ? അല്ല. ഇത് നമ്മൾ അന്ന് മെൻഷൻ ചെയ്തു. മാസ് ഓഫ് പ്രോട്ടോൺ ഇസ് 1.6 into 10 to -27 ആണെങ്കിൽ മാസ് ഓഫ് ഇലക്ട്രോൺ ഇറ്റ് ഇസ് -31 ആണ്. എത്രയാ? 9.1 into 10 to -31. സോ ആരാ കൂടുതൽ? മാസ് ഓഫ് പ്രോട്ടോൺ. അപ്പൊ നമുക്ക് ജസ്റ്റ് ടൈം ഓഫ് ഫോൾ ഓഫ് പ്രോട്ടോണും ടൈം ഓഫ് ഫോൾ ഓഫ് ഇലക്ട്രോണും തമ്മിൽ ഇക്വേഷൻ നോക്കുമ്പോൾ രണ്ടുപേരും സിമിലർ ആയിട്ടാ തോന്നുന്നത്. പക്ഷേ ഡിനോമിനേറ്റർ ഇവിടുത്തെ ഡിനോമിനേറ്റർ സെയിം ആണ്. വൈ? ബിക്കോസ് ചാർജ് സെയിം ആണ്. അപ്പോ ആരുടെയാണ് ടൈം കൂടുതൽ എടുക്കുക? ആരുടെ മാസ് ആണോ കൂടുതൽ? അപ്പൊ എനിക്ക് ഇവിടുന്ന് എന്ത് എഴുതാം? ടൈം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് മാസ്. ശരിയല്ലേ? 2ഉം hഉം QE എല്ലാം കോൺസ്റ്റന്റ് അല്ലേ? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ടൈം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട്. അപ്പൊ മാസ് ഏതിനാണോ കൂടുതൽ അതായിരിക്കും കൂടുതൽ ടൈം എടുക്കുക. ഏതിനാ മാസ് കൂടുതൽ? മാസ് പ്രോട്ടോൺ ആണ് കൂടുതൽ. സോ ഏതിന് ടൈം ആണ് ഗ്രേറ്റർ? ടൈം ഓഫ് ഫോൾ ഓഫ് പ്രോട്ടോൺ ഇസ് ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് ഫോൾ ഓഫ് ഇലക്ട്രോൺ. സോ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? നമ്മൾ ചോദിച്ചിട്ടുള്ളത് ടൈം ഓഫ് ഫോൾ ഓഫ് ഇലക്ട്രോൺ ഇൻ കമ്പാരിസൺ ടു ടൈം ഓഫ് ഫോൾ ഓഫ് പ്രോട്ടോൺ ആണ്. ഇലക്ട്രോണിനെ അപേക്ഷിച്ച് പ്രോട്ടോണിനേക്കാളും ഇലക്ട്രോണിന്റെ ടൈം എത്രയാണ്? സ്മോളർ അല്ലേ? അതല്ലേ നമുക്കായിട്ട്. സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? Now let us do one question that is asked 2018 AIIMS ന്റെ ക്വസ്റ്റ്യൻ ആണ്. മെഡിസിൻ AIIMS ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ്? അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കേരള എഞ്ചിനീയറിംഗിലും നീറ്റിലൊന്നും വരാത്ത വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എന്താണ് അസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് തരും നിങ്ങൾക്ക്, റീസൺ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് തരും. അസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താ നോക്കാം. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ ഇസ് 0 എന്ന് പറയാം. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ ഇസ് 0 എന്നാണ് അസേഷൻ എന്ന് പറഞ്ഞ സെന്റൻസിൽ തന്നിട്ടുള്ളത്. റീസൺ എന്ന് പറഞ്ഞ സെന്റൻസ് ഉണ്ട്. അതെന്താ നോക്കാം. ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഈക്വൽസ് ടു ടോട്ടൽ നെഗറ്റീവ് ചാർജ്. ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഈക്വൽ ടു ടോട്ടൽ നെഗറ്റീവ് ചാർജ്. Now let us read the options. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ഞാൻ പറഞ്ഞു ഏത് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ് നോക്കണം. എന്നിട്ടേ അതിനെ കുറിച്ച് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഫോർമുലയൊക്കെ എഴുതിയിട്ട് ചോക്ക് തെറിച്ചു പോയി. ഫോർമുലയൊക്കെ എഴുതിയിട്ട് ചെയ്യേണ്ടതുള്ളൂ. ഫൈൻ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ ഓപ്ഷൻസ് എങ്ങനെയാ നോക്കാം. If both assertion and reason are true, if both assertion and reason are true, reason is the correct explanation of assertion. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞുതരാട്ടോ. ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. If both assertion and reason are true, but reason is not the correct explanation of the assertion. ശ്രദ്ധിച്ചിരിക്കണേ. Third one, if the assertion is true but the reason is false. Fourth one, if both assertion and reason are false. എന്താ പറഞ്ഞില്ലേ? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സപ്പോസ് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാണ്. കാർമേഘങ്ങൾ ഇരുണ്ടുകൂടി. ഒരു സ്റ്റേറ്റ്മെന്റ് ലൈക്ക് ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്. കാർമേഘങ്ങൾ ഇരുണ്ടുകൂടി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മഴ പെയ്യാൻ പോകുന്നു. ഇനി ഞാൻ അതിന്റെ ഓപ്ഷൻസ് പറയാം.
ശ്രദ്ധിക്കണം കേട്ടോ. ഓപ്ഷൻസ് ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും ശരിയാണ്. രണ്ടാമത് പറഞ്ഞത് ആദ്യം പറഞ്ഞതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഇതൊക്കെ പറഞ്ഞേട്ടോ, ഇതൊക്കെ പറഞ്ഞേക്കും. ജസ്റ്റ് ലിസൺ ദിസ്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ എങ്ങനെയാ അറ്റംപ്റ്റ് ചെയ്യണമെന്നാ പറയാം. എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓർമ്മണല്ലോ? കാർമേഘങ്ങൾ ഇരുണ്ടുകൂടി. രണ്ടാമത്തത് മഴ പെയ്യാൻ പോകുന്നു. അപ്പൊ അസേഷൻ എന്ന് പറഞ്ഞാൽ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടി എന്നുള്ളതാണെങ്കിൽ മഴ പെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് റീസൺ. ലൈക്ക് ദസ്. ഓക്കെ, അപ്പൊ അതിന്റെ ഓപ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. രണ്ടും ശരിയാണ്. രണ്ടാമത് പറഞ്ഞത് എന്താ? രണ്ടാമത് പറഞ്ഞത് മഴ പെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസേഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി രണ്ടാമത്തെ ഓപ്ഷൻ രണ്ടും ശരിയാണ്. അസേഷനും ശരിയാണ്, റീസണും ശരിയാണ്. പക്ഷേ റീസൺ ഇസ് ദ നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദി അസേഷൻ. എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത് പറഞ്ഞത് ആദ്യം പറഞ്ഞത് തമ്മിൽ എന്തല്ല, ബന്ധമില്ല. രണ്ട് കാര്യവും ശരിയാണ്, പക്ഷെ രണ്ടാമത് പറഞ്ഞ കാര്യം ആദ്യം പറഞ്ഞ കാര്യമായിട്ട് ബന്ധമില്ല. പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ആദ്യം പറഞ്ഞത് ശരിയാണ്, രണ്ടാമത് പറഞ്ഞത് തെറ്റാണ്. നാലാമത്തെ ഓപ്ഷനോ രണ്ടും തെറ്റാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാ വരാന്നറിയോ? ക്വസ്റ്റ്യൻ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വരാം. നമുക്കറിയാവുന്ന തിയറി, എന്തെങ്കിലും ഒരു തിയറി, മോസ്റ്റ്ലി ഇതിന് തിയറിയാ ചോദിക്കാറ്. രണ്ട് തിയറി പറയും. ആ രണ്ട് തിയറി വെച്ചിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് നോക്കേണ്ടത് ആ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണോ എന്ന് നോക്കാം. പിന്നെ ചാൻസ് എന്താ? ചിലപ്പോൾ രണ്ടും തെറ്റായിരിക്കും. അതാണ് ഈ കിടക്കുന്ന ഓപ്ഷൻ. ഓക്കെ, പിന്നെ കിടക്കുന്നതോ ഫസ്റ്റത്തത് ശരിയായിരിക്കും, രണ്ടാമത്തത് തെറ്റായിരിക്കും. അതാണ് നമ്മൾ ഈ കിടക്കുന്ന ഓപ്ഷൻ. എന്ന് വെച്ചാൽ ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ, അത് വെച്ച് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം. ഫസ്റ്റത്തെ ശരിയായിരിക്കും, ചിലപ്പോൾ രണ്ടാമത്തെ തെറ്റായിരിക്കും. അപ്പൊ തിയറിറ്റിക്കൽ ബേസ് ആണ്, അല്ലാണ്ട് കാർമേഘങ്ങൾ ഇരുണ്ടുകൂടിന്റെ ക്വസ്റ്റൻ ഒന്നും വരില്ലല്ലോ. ഇറ്റ് ഈസ് പ്യൂർലി ഫിസിക്സ് ആയിരിക്കും തിയറി. നൗ ലെറ്റ് us come to this second option. സെക്കൻഡ് ഓപ്ഷൻ എന്താ മീനിങ്? ഫസ്റ്റ് പറഞ്ഞതും ശരിയായിരിക്കും, രണ്ടാമത് പറഞ്ഞതും ശരിയായിരിക്കും, പക്ഷെ രണ്ടും തമ്മിൽ ഒരു എക്സ്പ്ലനേഷൻ, ഇതിന്റെ എക്സ്പ്ലനേഷൻ ആവുകയില്ല. എന്ത്? ഇത്. അതാണ് ഈ ഓപ്ഷൻ. ഇനി ഫസ്റ്റത്തെ ഓപ്ഷനോ രണ്ടും ശരിയാണ്, പിന്നെയോ രണ്ടാമത് പറഞ്ഞത് ആദ്യം പറഞ്ഞതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ ക്വസ്റ്റ്യൻ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ഇത് വരാന്ന്. എന്താ പറഞ്ഞേ? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ ഇസ് 0. ശരിയല്ലേ? ഞാൻ പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുന്നത്. എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, അസേഷൻ ശരിയാണ്. സോ ഇഫ് ബോത്ത് അസേഷൻ ആൻഡ് റീസൺ എന്ന് പറഞ്ഞത് തെറ്റായി. ഓക്കെ, ഈ ഓപ്ഷൻ എന്തായാലും വരില്ല. റൈറ്റ്, നൗ ലെറ്റ് us come to this ടോട്ടൽ പോസിറ്റീവ് ചാർജ്. അപ്പൊ ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞത് ശരിയാണ്, രണ്ടാമത് പറഞ്ഞത് ശരിയാണോ നോക്കാം. ഇത് രണ്ടും തമ്മിൽ ലിങ്ക് ഉണ്ടോ നോക്കാം. അപ്പോ ടോട്ടൽ പോസിറ്റീവ് ചാർജ് ആർ ഈക്വൽ ടു ടോട്ടൽ നെഗറ്റീവ് ചാർജ്. ഒരു ബോഡിയിൽ ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ അല്ലേ? അതെ. അപ്പൊ ഇതും ശരിയാണ്. പക്ഷേ ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ? ഇതും ശരിയാണ്, ഇതും ശരിയാണ്. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ കണ്ടക്ടറിന്റെ ഉള്ളില് ഇലക്ട്രിക് ഫീൽഡ് 0 വരാൻ കാരണം ഇതാണോ? ആണോ? ഒരു കണ്ടക്ടറിന്റെ ഉള്ളിൽ എന്തുകൊണ്ടാണ് 0 വരുന്നത്? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കണ്ടക്ടറിന്റെ സർഫസിൽ കൂടെയാണ് ചാർജ് പോകുന്നത്. റൈറ്റ്, നമ്മൾ തിയറി ക്ലാസ്സിൽ സെക്കൻഡ് ക്ലാസ് ആണ്. സോ ആ സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ കണ്ടക്ടറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് സർഫസ്, ഇറ്റ് ഈസ് ദ ചാർജസ് ആർ ഫ്ലോയിങ് ഓൺ ദ സർഫസ്, ത്രൂ ദ സർഫസ് ആണ്. ഇൻസൈഡ് ദർ ഇസ് നോ ചാർജ്. അപ്പോ ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജും ടോട്ടൽ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജും ഈക്വൽ ആയതുകൊണ്ടാണോ എന്റെ കണ്ടക്ടറിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയത്? അല്ല. അപ്പോ ഈ ഓപ്ഷൻ ആണോ? ഇഫ് ദ അസേഷൻ ഇസ് ട്രൂ ബട്ട് ദ റീസൺ ഇസ് ഫാൾസ്. ആണോ? റീസൺ ഫാൾസ് ആണ്? അല്ലല്ല. ടോട്ടൽ നമ്പർ ഓഫ് ചാർജസ്, ടോട്ടൽ പോസിറ്റീവ് ചാർജസ് എപ്പോഴും ടോട്ടൽ നെഗറ്റീവ് ചാർജിന് ഈക്വൽ ആയിരിക്കും ഫോർ എ ബോഡി. അപ്പോ ഇതും ശരിയല്ല, റീസണും ശരിയാണ്, റീസണും ശരിയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇത് ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണോ? ഈ പറഞ്ഞത് രണ്ടാമത് പറഞ്ഞതിന്റെ എക്സ്പ്ലനേഷൻ ആണോ? അല്ല. സോ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? ഇഫ് ബോത്ത് ദി അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, യെസ്, ഇത് രണ്ടും ശരിയാണ്. ആൻഡ് റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദ അസേഷൻ ആണോ? അല്ല, ഇതല്ല എക്സ്പ്ലനേഷൻ. സോ നമുക്ക് കിട്ടേണ്ട ഫൈനൽ ആൻസർ എന്താണ്? സോ ഇങ്ങനെ വേണം ഈ ക്വസ്റ്റ്യൻ. സപ്പോസ് ഇതിന് നിങ്ങൾക്ക് പേൻ എടുത്തിട്ട് ഒരു പ്രോബ്ലം പോലും നിങ്ങൾക്ക് എഴുതി നോക്കണ്ട, ഒരു ഫോർമുല പോലും നിങ്ങൾക്ക് ഈ അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യനിൽ എഴുതുന്നില്ല. യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ചും ചിന്തിക്കണം, ഇതിനെക്കുറിച്ചും ചിന്തിക്കണം. രണ്ടാമത് പറഞ്ഞത് ഫസ്റ്റത്തെ എക്സ്പ്ലനേഷൻ ആണോ എന്ന് ചിന്തിക്കണം. ഓക്കെ, സോ നമുക്ക് we have got the answer. എന്താണ്? ഇതും കറക്റ്റ് ആണ്. ലെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ 0 നമ്മൾ പഠിച്ചതാണ്. ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഇസ് ഈക്വൽ ടു ടോട്ടൽ നെഗറ്റീവ് ചാർജ്. രണ്ടുപേരും ന്യൂട്രൽ ഫോർ എ ന്യൂട്രൽ ബോഡി ഇറ്റ് ഈസ് ഈക്വൽ. സോ ബട്ട് ഇത് ഈ സെക്കൻഡ് വന്നത് ഇതിന്റെ എക്സ്പ്ലനേഷൻ അല്ല. സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്?
if both the assertion and reason are true, but the reason is not the correct explanation for the assertion. Okay, hope it is clear. ശരിയല്ലേ? So let's do one question. 2018 JEE mains question. Simple question ആണ്. നോക്കിക്കോ. എന്താണ്? A charge Q is placed at the center A/2 above the center of square surface of edge A. The electric flux through the square surface is. എന്താ ഒരു ചാർജ് Q ഉണ്ട്, അതെവിടെ പ്ലേസ് ചെയ്തിട്ടില്ല? A/2 ഡിസ്റ്റൻസിലാണ്. എവിടെ നിന്ന്? സ്ക്വയറിന്റെ സർഫസിന്റെ എഡ്ജ് A എന്ന് പറഞ്ഞ ഒരു സർഫസ് എഡ്ജിന്റെ സ്ക്വയറിന്റെ A/2 ഡിസ്റ്റൻസ് മുകളിലാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ what is the flux through that surface എന്ന ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? യെസ്, വി ഹാവ് ഡൺ ദ സെയിം ക്വസ്റ്റ്യൻ ഇൻ തേർഡ് ക്ലാസ് ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. തിയററ്റിക്കൽ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. വെരി സിമ്പിൾ, റൈറ്റ്? നോക്കിക്കോ, ഓർമ്മ ഉണ്ടായിരിക്കെങ്കിലും വാട്ട് ഇസ് ആൻസർ? ഫൈനൽ ആൻസർ ഫാസ്റ്റ്. എന്താണ്? ഒരു A സൈഡുള്ള സ്ക്വയർ. ഓക്കെ, ദിസ് ഇസ് A. ഓക്കെ, ഫൈൻ. സോ ചെരിച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ദിസ് ഇസ് A സൈഡുള്ള സ്ക്വയർ ആണ്. 3 ഡയമെൻഷനിലാണ്. ലെറ്റ് us consider this here in the board. ഇവിടെ നമ്മളൊരു A/2 ഡിസ്റ്റൻസിൽ ഒരു ചാർജ് വെച്ചിട്ടുണ്ട്. A/2 ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഫ്ലക്സ് കാണണം. ഫ്ലക്സ് കാണുമ്പോൾ എനിക്കറിയാം ചാർജ് ആണെങ്കിൽ ഇതിന്റെ ഫ്ലോയിങ് ഫ്ലക്സ് ത്രൂ ഇൻ ഓൾ ഡയറക്ഷൻ, എല്ലാ ഡയറക്ഷനാണ് ഫ്ലക്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ഫ്ലക്സ് കാണാനുള്ള ഫസ്റ്റ് മെത്തേഡ് എന്തായിരുന്നു? അപ്ലിക്കേഷൻ ഓഫ് ഗോസ് ലോ ചെയ്തപ്പോൾ ഫ്ലക്സ് കാണുന്ന ഫസ്റ്റ് മെത്തേഡ് കൺസിഡർ ഗോഷ്യൻ സർഫസ്. ഇതിന്റെ ഗോഷ്യൻ സർഫസ് എങ്ങനെയായിരിക്കും? ഒരു സൈഡാ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ചാർജിന് സിമെട്രിക് ആയിട്ട് എന്ത് ചെയ്യാം? അതർ സ്ക്വയർ സർഫസും കൂടി നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ അതർ സ്ക്വയർ സർഫസ്. എത്ര സ്ക്വയർ സർഫസ്? 6 സർഫസും കൂടെ കൺസിഡർ ചെയ്താൽ അതിന് നടുക്ക് ഈ ഒരു ചാർജ് ഇരിക്കുന്നത് പോലെ ആയിരിക്കും എന്ത്? ഒരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്താൽ. റൈറ്റ്, നൗ ദ ക്വസ്റ്റ്യൻ ഈസ് ഒരു സൈഡിൽ കൂടെ മാത്രമുള്ള ഫ്ലക്സ് ആണ് കാണേണ്ടത്. ഓക്കെ, റൈറ്റ്. അപ്പൊ എനിക്കറിയാം if we are having a cube and the charge is at the center of that, what is the flux according to the Gauss law? Q by epsilon 0. ശരിയല്ലേ? പക്ഷെ എനിക്ക് ക്യൂബിലൂടെയുള്ള ഫ്ലക്സ് അല്ല, ഒരൊറ്റ സ്ക്വയറിലൂടെ. ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര സ്ക്വയർസ് ആണ്? 6 സ്ക്വയർസ് കൂടെയുള്ള ക്യൂബ്. അപ്പൊ 6 സർഫസിൽ കൂടെ പോകുന്ന ഫ്ലക്സ് Q by epsilon 0 ആണെങ്കിൽ ഒരു സർഫസിൽ കൂടെ പോകുന്നതിന്റെ ഫ്ലക്സ് എന്താണ്? What is that flux through one surface? Q by 6 epsilon 0. അപ്പൊ which option is correct? Option B. Okay, simple അല്ലേ? Okay, thank you so much. Here we wind up our competitive exams and questions from our first chapter. Okay, hope നിങ്ങൾക്ക് problems എല്ലാം helpful ആവുമെന്ന് വിചാരിക്കുകയാണ്. Okay, so keep the bell button on, share the class with your friends. Okay, so we'll see in the next class. We'll continue with our next class, that is second chapter, that is electric potential and capacitance from physics. Okay, this is Muneeb Haneefa with Physics Plus YouTube channel. Thank you.